അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാരിയത മഹാനായ സൗബാൻ റളിയല്ലാഹു തആല തങ്ങൾ വന്നപ്പോ മുഖത്തിൽ വല്ലാത്ത ടെൻഷനാണല്ലോ, ശരീരം മുഴുവൻ ക്ഷീണിച്ചിട്ടുണ്ട്, വല്ലാത്തൊരു പ്രയാസം നബി തങ്ങൾക്ക് കണ്ടപ്പോൾ ചോദിച്ചല്ലോ, യാ സൗബാൻ മാ ഗയ്യറ ലൗനക, എന്താ സൗബാനെ മുഖത്തേക്ക് നോക്കിയിട്ട് മട്ടല്ലല്ലോ, ആകെ സങ്കടത്തിലാണല്ലോ, ആകെ ടെൻഷനാണല്ലോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ സൗബാൻ? മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി മറുപടി എന്താ പറഞ്ഞത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ബി മിൻ ളുർരിൻ വലാ വജഅ, നബിയേ എനിക്കൊരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു വേദനയില്ല, ഒരു വിശപ്പുമില്ല, എനിക്കൊരു മറ്റു പ്രയാസങ്ങളോ ഭൗതികപരമായ ബുദ്ധിമുട്ടോ ഒന്നുമില്ല നബിയേ. ഗൈറ അന്നീ ഇദാ ലം അറക ഇശ്തഖതു ഇലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയെ കാണാതെ നിൽക്കുന്ന സന്ദർഭമുണ്ടല്ലോ, അത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല നബിയേ. അങ്ങയുടെ ഈ മജ്ലിസിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് പോയ അപ്പം എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം, ആ ചിന്ത മാത്രമേ ഉള്ളൂ. എന്റെ നബിക്ക് എന്തെങ്കിലും പറ്റുമോ? റസൂലുള്ളാഹിനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല യാ റസൂലല്ലാഹ്. എനിക്കൊരു ഏകാന്തത അനുഭവപ്പെടുകയാണ്. നബിയെ അങ്ങയെ കാണുന്നത് വരെ എനിക്കൊരു ഏകാന്തത അനുഭവപ്പെടുന്നു. ആ സമയത്ത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ആഖിറത്തിനെ ഓർത്തുപോയി. ലോകത്തിൽ വെച്ച് നബിയെ അങ്ങയെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടാകൂലേ എന്ന പേടിയാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനസലത്ത്, ആ സമയത്ത് പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് ഇറങ്ങുകയാണ്. സൂറത്തുൻ നിസാ 69-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ-റസൂല فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ടെൻഷൻ വേണ്ട. من يطع الله